ചായ. ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനിടയ്ക്ക് എന്താണ് ഒരു ചായ കൂടി എന്നല്ലേ? ഈ ചായയും ചായക്കടക്കാരനും അത്ര ചില്ലറക്കാരല്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തരംഗമായ കൊല്ലങ്കോട്ടെ ചെല്ലൻ ചേട്ടന്റെ ചായക്കടയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഗ്രാമീണ വഴികളും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും നെൽവയലുകളും നാട്ടുമനുഷ്യരുമൊക്കെയുള്ള കാഴ്ചകളായി കൊല്ലങ്കോട് സോഷ്യൽ മീഡിയ ഹിറ്റാണ്. അപ്പോൾ ആലത്തൂർ മണ്ഡലത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള കൊല്ലങ്കോട് വന്ന് നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയം ചോദിക്കാം. ആലത്തൂർ ആര് പിടിക്കുമെന്ന്? ആലത്തൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയം നമുക്ക് ചെല്ലൻ ചേട്ടന്റെ കടയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തേ? പിന്നെ ചെല്ലൻ ചേട്ടന്റെ കടയിലെ കടികളും ചായയും ഒക്കെ ഫേമസ് അല്ലേ? രാഷ്ട്രീയം കൂടി നമുക്ക് അറിയണ്ടേ? ചേട്ടാ, ആർക്കാണ് വോട്ട് ചെയ്യാ? ശരിക്കും പറഞ്ഞാൽ രമ്യ ഹരിദാസ് ജയിച്ചു പോയതിന് ശേഷം ഒരക്ഷരം പാർലമെന്റിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രമ്യ ഹരിദാസ് നിർത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഈ രാധാകൃഷ്ണൻ മന്ത്രി, അയാൾ നല്ല സ്ഥാനാർത്ഥിയാണ്. ബഹുഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ വന്യജീവിയൊക്കെ ഇവിടെ വന്ന് ഒരുപാട് നാശങ്ങളുണ്ടായി. ഒരക്ഷരം അവിടെ പാർലമെൻറ്റിൽ പറയാറില്ല. നമ്മളിവിടുന്ന് ജയിപ്പിച്ച് അയക്കുന്നത് പാർലമെൻറ്റിൽ നമുക്ക് ഈ മണ്ഡലത്തിലെ ആവശ്യങ്ങൾ പറയണ്ടേ. പറഞ്ഞാൽ പോരാ, വാങ്ങിക്കണ്ടേ. മോദിൻ്റെ അടുത്ത് വാങ്ങിക്കണ്ടേ. മോദിനെ കാണുമ്പോൾ പേടിച്ചാൽ കാര്യം നടക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിന് ജയിപ്പിച്ച് വിട്ടാൽ തന്നെ കോൺഗ്രസ് അവിടെ ഇരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. നേരം വെളുക്കുമ്പോഴേക്ക് രാത്രി കോൺഗ്രസ്സായി, നേരം വെളുത്താൽ BJP ആയി. അങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ജയിപ്പ്. അപ്പം ഈ അനുഭാവികൾക്ക് അടക്കം, കോൺഗ്രസിൻ്റെ അനുഭാവികൾക്കടക്കം കോൺഗ്രസിന് വോട്ട് ചെയ്യുക പേടിക്കുകയും ചെയ്യുന്നു. കാരണം ഇവർ എപ്പോൾ നാളെ BJPൻ്റെ അവിടേക്ക് പോകുമെന്നുള്ള പേടിയിലാണ് ഇപ്പം നിൽക്കുന്നത്. കേന്ദ്രത്തിന് ഞങ്ങൾക്ക് നല്ല എതിർപ്പാണ്. മോദി ചെയ്തതെല്ലാം തെറ്റാണ്. മുന്നോട്ട് നിരോധിച്ചതും പൗരത്വ നിയമം കൊണ്ടുവന്നതും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നതൊക്കെ ഭയങ്കര കാശ്മീര അതിനെ എടുത്ത് മാറ്റിയതും ഇതൊക്കെ തെറ്റാണ്. ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ഇവിടെ നിൽക്കുന്ന രമ്യ ഹരിദാസ് പാട്ട് പാടാനല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിച്ചായിട്ടൊന്നും കാണില്ല. ആലത്തൂരിൽ ആർക്കായിരിക്കും വലിയൊരു വോട്ട് വിഹിതം സമാഹരിക്കാൻ പറ്റുക? നല്ല വ്യക്തി ആരാന്ന് കഴിഞ്ഞാൽ അവർ ജയിക്കും. മനസ്സറിഞ്ഞ ആൾക്കാർ വോട്ട് ചെയ്യും. നിങ്ങൾ ശരിക്കും വ്യക്തികളെ നോക്കിയിട്ടാണ്? ഞാൻ വ്യക്തികളെ നോക്കിയിട്ട് വോട്ട് ചെയ്യും. ഞാൻ 3 രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്താ നോക്കുന്ന ഘടകം എന്തായിരിക്കും? പ്രധാന ഘടകം നല്ല വ്യക്തിത്വം, ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്നു. അങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്യും, അവർക്ക് വോട്ട് ചെയ്യും. രമ്യ ഹരിദാസ് മണ്ഡലത്തിൽ നന്നായി പ്രവർത്തിച്ചോ? എല്ലാ മണ്ഡലത്തിലും എല്ലാ വാർഡുകളിലും എല്ലാ ബൂത്തുകളിലും എത്തിയിട്ട് ശ്രീയാണ്. അതിനെ തർക്കമൊന്നും വേണ്ട. അപ്പൊ അത് വന്നില്ല ഏതെന്ന് മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞല്ലേ പറ്റൂ. മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് പറയണല്ലോ. വലിയ എതിരാളിയാണ് കെ രാധാകൃഷ്ണൻ അല്ലേ? ആള് നല്ല ആളാണ്, പക്ഷെ അതുകൊണ്ടൊന്നും നടക്കില്ല. കോൺഗ്രസ് തന്നെ കേരളത്തിൽ 19-20 സീറ്റും വരും. 20 സീറ്റും പിടിക്കുന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ആലത്തൂർ മണ്ഡലത്തിൽ CPM ജയിക്കാൻ പാടില്ല, കോൺഗ്രസും ജയിക്കാൻ പാടില്ല. ഒന്നും ചെയ്തിട്ടില്ല അവിടെ. രമ്യ ഹരിദാസിനെ കണ്ടിട്ടേ ഇല്ല അവിടെ. അപ്പൊ BJPക്കാണോ വോട്ട്? BJP ജയിച്ചാല് മാറി ചെയ്യുന്നല്ലോ അത് ജനങ്ങള്. ഈ രണ്ട് പാർട്ടി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മാറട്ടെ, ഒരു ഭരണം മാറി വരട്ടെ. ജനങ്ങളെ അത് മനസ്സിലാക്കണല്ലോ. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. രമ്യ ഹരിദാസ് എന്ത് ചെയ്തിട്ടുണ്ട്? പക്ഷെ കേന്ദ്ര ഭരണത്തിനെതിരെ വലിയ വിമർശനങ്ങളില്ലേ? ഒരു കുഴപ്പമില്ല. കേന്ദ്രം എന്താ ഭരിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. വീണ്ടും BJP തന്നെ വരുള്ളൂ. എല്ലാം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്?